ഇന്നത്തെ ന്യൂ ഗസ്റ്റ് ശ്വേതാ മേനോനായിരുന്നു. അപ്പോൾ ശ്വേതാ മേനോൻ നമ്മൾ ജാസ്മിൻ ആയിരുന്നു ഇന്ന് റോബോട്ടായത്. ജാസ്മിൻ ഒരു ഓർഡർ കൊടുത്തു ഓണേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്താൻ. അപ്പോൾ ഓണേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് നോറ മാത്രമേ ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും കുക്കിങ്ങിലായിരുന്നു. ജാസ്മിൻ അവരെ പോയി വിളിക്കുന്ന സമയത്ത് ഇവർ മൈൻഡ് ചെയ്യാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജാസ്മിൻ ഓടിപ്പോയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ റസ്മിൻ റിയാക്ട് ചെയ്ത് അങ്ങനെ അവിടെ കയ്യാങ്കളിയായി. അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരും കരഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നോറ അതിനകത്ത് എന്തോ കയറി പിടിച്ച് ജാസ്മിനും നോറയും ഭയങ്കര അടിയായി അവിടെ വെച്ച്. പിന്നെ നോറ അവിടുന്ന് കരഞ്ഞു പൊട്ടി റിയാക്ട് ചെയ്ത് ഓടിപ്പോകുന്ന കണ്ടു. റസ്മിൻ അവിടുന്ന് എഴുന്നേറ്റ് നേരെ പതിവ് പോലെ ബാത്റൂമിൽ പോയപ്പോൾ ശരണ്യെ പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. റസ്മിൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു റസ്മിനോടും ജാസ്മിനോടും കൂടെ കൺഫെഷൻ റൂമിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അവർ രണ്ടാളും കൺഫെഷൻ റൂമിൽ പോയ സമയത്ത് സാബു ചേട്ടനും ശ്വേതാ മേനോനും കൂടെ മറ്റുള്ളവരോട് പറയണം, നിങ്ങൾ അടിപൊളി ഗെയിമേഴ്സാണ്, നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ കണ്ടതിനേക്കാളും അല്ലെങ്കിൽ അടിപൊളി മത്സരാർത്ഥികളാണ് ഓരോരുത്തരും എന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രത്തോളം ദേഷ്യം വരുന്നത്? ഇത് ശരിക്കും ഒരു മെഡിറ്റേഷൻ പോലത്തെ ഒരു ഷോയാണ്. അപ്പം നമ്മളെ സ്വയം ഒന്ന് ക്യൂർ ചെയ്യിപ്പിക്കാനും നമ്മളെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളൊരു ഷോയാണ്. നിങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രത്തോളം ദേഷ്യം വരുന്നത്? എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ റിയാക്ട് ചെയ്യാതെ ദേഹോപദ്രവം ഒന്നും ചെയ്യാതെ നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കൂ, നിങ്ങളെല്ലാം നല്ല ടാലൻ്റുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സമയം കൺഫെഷൻ റൂമിൽ രണ്ടുപേരും ഭയങ്കര കരച്ചിലാണ്. റസ്മിനും ജാസ്മിനും ഭയങ്കര കരച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ റസ്മിൻ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ പറയാണ് നീ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയണു. ജാസ്മിൻ പറയണം നീ എന്നെ ആ ഒരു ഫ്രീഡത്തിൽ പറഞ്ഞതല്ലേ, എനിക്ക് കുഴപ്പമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് റസ്മിൻ ചെയ്തത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയാണ്, അതിനെതിരെ ആക്ഷൻ എടുക്കണോ, ജാസ്മിന് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയാണ് ഇല്ല എനിക്കൊരു പരാതിയില്ല, ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ എടുത്തിട്ടുള്ളൂ. അപ്പം റസ്മിൻ പറയാണ് എനിക്ക് പരാതി ഉണ്ട്, ഞാൻ ചെയ്ത ഭയങ്കര മോശം തന്നെയാണ്, എനിക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് റസ്മിൻ അങ്ങോട്ട് പറയാണ്. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് വേണ്ട ബിഗ് ബോസ് എനിക്ക് പരാതിയില്ല എന്ന്. ഇതേ സമയം നോറ ഡ്രസ്സിംഗ് റൂമിൽ ശരണ്യയോട് സങ്കടം പറഞ്ഞ് കരയാണ്. ജാസ്മിൻ എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നെ എപ്പോഴും ഇങ്ങനെ ആക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സംസാരിക്കാതെ പുറത്തിറങ്ങി വരണമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു.